ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പീഡാണ്, കാര്യങ്ങൾ സ്പീഡിൽ നടക്കുവാണ്. അപ്പോൾ എൻ്റെ കാബേജ് തോരനാണെന്ന് ഞാൻ വെക്കുന്ന വെള്ളക്കുള്ള കാബേജ് തോരൻ. വെള്ളയ്ക്ക് മഞ്ഞപ്പൊടിയില്ല. അതിന് ഞാൻ പച്ചമുളക്, സവാള എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാബേജും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുവറുക്കാനായിട്ട് ചുമന്ന മുളകും കരിവേപ്പിലും വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാബേജ് അരിഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. കാബേജ് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പം ഇത്രയാണ് എനിക്ക് കാബേജ് വെള്ളത്തോരനാണ്. ഇത് എൻ്റെ അമ്മച്ചിയൊക്കെ പണ്ടുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പണ്ടുണ്ടാക്കി തന്നിട്ടുള്ളു. ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മൾ പാനടുപ്പ് വെച്ച് കൊടുത്തു. എണ്ണ ഒഴിക്കുന്നു. ഒരു കൈകളിൽ ഫോണും ഒരു കയ്യിൽ കാര്യങ്ങളും ചെയ്യുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും എൻ്റെ അടുക്കളയോ എൻ്റെ കിച്ചണുകളൊന്നും അല്ല കേട്ടോ. അത് ഓരോ വീടുകളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ചെയ്യുന്ന എൻ്റെ പാചകങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക. അപ്പം ഞാൻ ചുമന്ന മുളകും കറിവേപ്പിലയും കടുകും ഇട്ട് പൊട്ടിച്ചു. ഇനി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കാബേജാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്. പക്ഷേ ഇത് കാബേജല്ല ഇത് ഫസ്റ്റ് ഇടേണ്ടത്. സവാളയും പച്ചമുളകുമാണ് ഫസ്റ്റ് ഇടേണ്ട. എനിക്ക് മാറിപ്പോയതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ധൃതിക്ക് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ നിങ്ങളിടുമ്പോൾ സവാളയും പച്ചമുളകും തന്നെ ആദ്യം ഇടണം കേട്ടോ. എന്ന് വെച്ചാൽ സവാളയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കാബേജ് അധികം വേവണ്ട. കാബേജ് ഒന്ന് ചെറിയ എന്ന് വെച്ചാൽ ഭയങ്കര വേവല്ല, ഒരു മീഡിയം ലെവലിലെ കാബേജ് വേവാളൂ. കാബേജ് ഒത്തിരി വെന്ത് പോകുമ്പോൾ കാബേജിന് ടേസ്റ്റ് കുറയുന്ന അതുകൊണ്ടാണ് കേട്ടോ. പലർക്കും അതറിയത്തില്ല. കാബേജ് ഒത്തിരി വേവിക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് സവാളയും പച്ചമുളകുമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് സവാള അല്ല ഞാൻ ഇട്ടത്, കാബേജാണ്. നിങ്ങളിടുമ്പോൾ കാബേജ് ഇടരുത്, സവാളയും പച്ചമുളകും ആദ്യം ഇടുക കേട്ടോ. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ്. എന്നാലും ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുത്തത്. അപ്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇടാവൂ. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തേങ്ങ അതാ കണ്ടോ, തേങ്ങ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമി വേണം നമ്മൾ ആ തോരനിടാൻ. വെറുതെ തേങ്ങ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ടേസ്റ്റൊന്നും വലുതായിട്ട് കാണത്തില്ല. അപ്പം ഇങ്ങനെ തിരുമ്പുമ്പോൾ തേങ്ങ പാലിൻ്റെ ഒരു ടേസ്റ്റും ഒരു കുഞ്ഞതായിട്ട് പാല് വരുമല്ലോ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്പുമ്പോൾ. അപ്പം എല്ലാവരും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കാബേജിനകത്ത് ഇങ്ങനെ ഒരു കുഴി കുത്തുക. ആ കുഴിയിലോട്ട് നമ്മൾ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ ശബ്ദമൊന്നും കൊള്ളത്തില്ല, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ കുഴികുത്തിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കാബേജ് കൊണ്ട് തന്നെ ഈ തേങ്ങ ഒന്ന് തട്ടിപ്പൊത്തി വെക്കും. പണ്ടത്തെ അമ്മച്ചിമാർ പറയുന്ന പോലെ തട്ടിപ്പൊത്തി വെച്ചു. തേങ്ങ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണേ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ. വെള്ളമൊന്നും ഒഴിച്ചാൽ ആ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ തൊണ്ട വല്ലാതെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ കാബേജ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമൊക്കെ ഉള്ള കാബേജിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി നമുക്ക് കിട്ടി. അപ്പോൾ ഈ വീഡിയോസൊന്നും എൻ്റെ കിച്ചണല്ലേ, എല്ലാം പല പല വീഡിയോസിലും പല പല കിച്ചണുകളാണ് നിങ്ങൾ കാണുന്നത്. അത് എൻ്റെ കിച്ചണൊന്നുമല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു കിച്ചൺ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഞാൻ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മാക്സിമം എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീഡിയോകളുമായിട്ട് വരും. പല പല വീഡിയോസുമായിട്ട്, കുക്കിംഗ് വീഡിയോസുമായിട്ട് ഇനിയും വരും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കിട്ടുന്ന ഇടയ്ക്ക് ഞാൻ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ആദ്യമായിട്ട് വീടൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തന്ന് സഹായിക്കണേ, അതാണ് ഹെൽപ്പ്. അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.